കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതാണ് വിഷയം വെച്ചാൽ അനുഭവയോഗം ഉണ്ടാകാൻ ഉള്ളൊരു പരിഹാരമാണ്. അതായത് അനുഭവം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. ഒരാളുടെ ജാതകം പരിശോധിക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല യോഗങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഏതൊക്കെ സമയത്താണ് ലഘുജാതകങ്ങളായിരിക്കും മിക്കവരുടെയും കയ്യിരിക്കുക. ഇതൊക്കെ ഈ യോഗങ്ങൾ ഏതൊക്കെ സമയത്ത് നമുക്ക് അനുഭവത്തിൽ വരും, അല്ലെ ഏതൊക്കെ കാലഘട്ടം തൊട്ട് ഏതൊക്കെ കാലഘട്ടം വരെ ഇത് അനുഭവത്തിൽ അനുകൂലത്തിൽ വരും എന്നുള്ളത് മിക്ക ജാതകത്തിൽ നോക്കുമ്പോൾ കാണാറില്ല. അപ്പം സമ്പൂർണ്ണ ജാതകം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് യോഗങ്ങൾ എന്തൊക്കെയാണ്, ആ യോഗങ്ങൾ ഏതൊക്കെ സമയത്ത് അനുഭവത്തിൽ വരും മുതലായ കാര്യങ്ങളെ കണ്ടെത്താൻ സാധിക്കും. പിന്നെ ഈ യോഗങ്ങൾ അനുഭവത്തിൽ വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ജാതകത്തിൽ മാത്രമായിട്ട് ഈ യോഗങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചോണം, കുടുംബത്തിൽ പൂർവിക ദോഷം അല്ലെ പിതൃദോഷം നമുക്കുണ്ട്. നമുക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള കാരണവന്മാർ, പൂർവികരുടെ പിതൃക്കൾ, ഇവയൊക്കെ അരിഷ്ടസ്ഥാനത്ത് ഇവരൊക്കെ ഗതിയില്ലാതെ നിന്ന് കഴിഞ്ഞാൽ, ഇവർക്ക് ബലി മുടക്കിക്കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവർക്കും ഞാൻ പറയത്തില്ല, പുതിയ തലമുറപ്പെട്ട കുറച്ച് പേർക്കായാലും ഒരു 10% 20% ആൾക്കാർക്കാരും ഇതിനോടൊക്കെ ഒരു താല്പര്യമില്ലായ്മ, അല്ലെ ഇതൊക്കെ എന്തിനാ എന്നൊക്കെ ഒരു ചിന്താഗതിയുണ്ട്. അപ്പം നമ്മളെക്കാട്ടി ബുദ്ധിയും നമ്മളെക്കാട്ടി കഴിവും ചിന്താശേഷിയും ഒക്കെ ഉള്ളവരാണ് പൂർവികരെന്ന് വെച്ച് കഴിഞ്ഞാൽ. അവർ ഈ ആചരിച്ചു വന്ന ആചരണങ്ങൾ ഒരിക്കലും മുടക്കാൻ പാടില്ല. ആചരണങ്ങൾ പൂർവാധികം ഭംഗിയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പഴയ കാലത്ത് നടത്തി വന്നിരുന്ന പല ആചരണങ്ങളും ഇപ്പം പുതിയ തലമുറയിൽപ്പെട്ടവർ, ഉദാഹരണം ഉച്ചാര പൂജകൾ, അതുപോലെ കുടുംബത്തിൽ പഴയ കാലത്ത് പത്മവെട്ട് പൂജകൾ, അതുപോലെ ഈ സർപ്പം പാട്ട് മുതലായ കാര്യങ്ങളൊക്കെ പലരും ചെയ്തു വന്നിരുന്നു. ഇപ്പോൾ ഒന്നും പലതും ചെയ്യുന്നില്ല. അടുത്ത തലമുറ വരുമ്പോൾ കർമ്മങ്ങൾ ലോപിക്കുകയും ദുരിതങ്ങൾ വർദ്ധിക്കുമെന്ന്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞാൽ അനുഭവയോഗത്തിനെ ബാധിക്കും. അതൊന്നും നമുക്ക് അനുഭവത്തിൽ അനുകൂലത്തിൽ ഒന്നും ആവാതിരിക്കും. എൻ്റെ ജാതകത്തിനെ കുറ്റം പറയാം, ജാതകത്തിൽ ഒരുപാട് യോഗങ്ങൾ എഴുതിയേക്കുന്നു, ഇതൊന്നും ജീവിതത്തിൽ ഇല്ലയോ നമുക്ക് തോന്നിപ്പോവും. പിതൃക്കളുടെ പ്രീതിയാണ് വളരെ അത്യാവശ്യം. പിന്നെ പഴയ കാലത്ത് ആചരിച്ചു വന്ന ഈ പറഞ്ഞ ആചരണങ്ങൾ കഴിവതും മുടക്കം വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകണം. അവനെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ഏത് മൂർത്തിക്കാണ് വെച്ചാശ്രയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെച്ചാശ്രയ മൂർത്തികളെ അത് ഒഴിഞ്ഞു മാറുമെങ്കിൽ ഒഴിപ്പിച്ച്, അതായത് ക്ഷേത്രങ്ങളിൽ കൊടുത്ത് നമുക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബത്തെ ആരെങ്കിലും ഒരാൾ പോയി ആചരിച്ചു കഴിഞ്ഞാൽ ആ ഉച്ചാരം മുതലായ ആചരണങ്ങളുടെ ദോഷം നമുക്ക് മാറിക്കിട്ടും. പിന്നെ പിതൃക്കളുടെ വിഷയം നമുക്ക് വളരെ പ്രധാനമാണ്. പിതൃക്കൾ ഒരു ഗതിയായെങ്കിൽ, പിതൃക്കൾക്ക് ശാന്തി ലഭിച്ചെങ്കിലേ നമുക്കൊരു ശാന്തിയും സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ജാതകത്തിൽ ഓരോ യോഗങ്ങളൊക്കെ, ഇപ്പോൾ ലക്ഷ്മി യോഗം ശുക്രനെ കൊണ്ട് പറയാറുണ്ട്, അഖണ്ഡ സാമ്രാജ്യ യോഗം വ്യാഴത്തിനെ കൊണ്ട്, മറ്റ് പല ഗ്രഹങ്ങളെ കൊണ്ടും പറയാറുണ്ട്. അപ്പം അങ്ങനെ ഓരോ രാശിയിൽ ഇപ്പം 11ാം ഭാവം, 2ാം ഭാവം, 5ാം ഭാവം, 9ാം ഭാവം, 7ാം ഭാവം, ഈ ഓരോ ഭാവങ്ങളെ നമുക്ക് പരിഗണിച്ച്, ഓരോ ഭാവത്ത് ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നതൊക്കെ പരിഗണിച്ചൊക്കെയാണ് ഈ യോഗങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ആ യോഗങ്ങളൊക്കെ ജാതകത്തിൽ മാത്രം നിന്നാൽ മതിയോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് വരണ്ടേ. അപ്പം നമ്മളെന്ത് വേണം? ആദ്യം പിതൃക്കളെ പ്രീതിപ്പെടുത്തുക. ഇരുത്താത്ത പിതൃക്കളെ എവിടെങ്കിലും നമുക്ക് ആവാഹിച്ചിരുത്തുക. പിതൃക്കൾക്ക് വേണ്ടി മുടങ്ങാതെ കണ്ടിട്ട് ബലികർമ്മങ്ങൾ ചെയ്യുക. ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രായശ്ചിത്ത ബലി ചെയ്യുക. പൂർവികമായിട്ടുള്ളവരെന്തെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തങ്ങൾ നമ്മൾ ചെയ്യുക. അതുപോലെ നമുക്ക് ഈ മനസ്സോടെ കൊടുത്ത ഭൂമിയിലൊക്കെ നമ്മൾ താമസിക്കുന്നെങ്കിൽ മനസ്താപദോഷവും ഉണ്ടാവും. അങ്ങനെയുള്ള മനസ്താപദോഷമുള്ള ഭൂമിയിൽ ഉയർച്ചയോ അഭിവൃദ്ധി അനുഭവയോഗം ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഭൂമി സംബന്ധമായിട്ട് വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് അനുഭവയോഗം ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങളെ നമ്മൾ ജ്യോതിഷ വിധിപ്രകാരം കണ്ടെത്തുന്നിടത്താണ് ഒരു ജ്യോതിഷൻ്റെ മിടുക്ക്. ജ്യോതിഷനെ കാണുക, അതിന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അവനവൻ്റെ മിടുക്ക്. അവനവൻ മിടുക്കനാണോ മണ്ടാണോ അവനവൻ തന്നെ ചിന്തിച്ചേ പറ്റുള്ളൂ, അല്ലേ? അപ്പം അങ്ങനെ നല്ലൊരു ജ്യോതിഷനെ കണ്ട് ഈ പറഞ്ഞ അനുഭവയോഗം ഉണ്ടാവാൻ എന്തൊക്കെയാണ് കാരണം, എല്ലാവർക്കും എന്നും കഷ്ടകാലം മാത്രമായിരിക്കും എന്നുള്ള അവസ്ഥ ആദ്യം മനസ്സിലാക്കുക. അനുഭവം ഉണ്ടാവാത്തതിനുള്ള കാരണം മനസ്സിലാക്കി അത് ചെയ്യുക. ഇപ്പം നമുക്ക് മറ്റ് കാരണങ്ങൾ, മറ്റ് ദോഷങ്ങളൊന്നുമില്ല, അല്ലെ ജാതകത്തിൽ 1-2 ഗ്രഹങ്ങൾ പിഴച്ച് നിൽക്കുന്നതുകൊണ്ട് അനുഭവയോഗം ഇല്ലാത്തതെങ്കിൽ ഞാൻ 1-2 ചെറിയ കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് നമുക്കൊരു മാറ്റം ഉണ്ടാവും. വിഷ്ണു സഹസ്രനാമം പതിവായിട്ട് ജപിക്കുന്നത്, മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലെ തുളസിമാല, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന കഴിക്കുന്നത്, അതുപോലെ തന്നെ ഈ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒക്കെ നമുക്ക് ഈ താമര സമർപ്പിക്കുന്നത്, പ്രത്യേകിച്ച് വെളുത്ത താമര നമുക്ക് സമർപ്പിക്കുന്നത്, അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാന് കദളിക്കൊല സമർപ്പിക്കുന്നത്, ചെറുതോ വലുതോ ഇപ്പോൾ കൊല സമർപ്പിക്കാൻ പറ്റുന്നെങ്കിൽ ഒരു പടലയായാലും മതി, പടലപ്പഴം
മഹാവിഷ്ണു ഭഗവാൻ സമർപ്പിക്കുന്നതൊക്കെ അനുഭവയോഗം ഉണ്ടാവാൻ സഹായിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹനുമാൻ സ്വാമി ക്ഷേത്രം. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് ഭഗവാൻ നമ്മുടെ പൊക്കമുള്ള വടമാല നമുക്ക് വഴിപാട് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവൽ നിവേദ്യം 12 പാത്രത്തിൽ അവൽ നിവേദ്യം ഭഗവാന് നിവേദിക്കുന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഗണപതി ഭഗവാന് നമുക്ക് നാളികേരം പൊട്ടിച്ചിട്ട് അത് അവിടുത്തെ മേശാന്തിൽ പറഞ്ഞാൽ മതി, അതിനകത്ത് നിറച്ച് ത്രിമധുരം നിറച്ചിട്ട് ഒരു നാളികേരം 21 സംഖ്യ ഭാഗ്യസൂക്തം ജപിച്ചിട്ട് നമ്മുടെ പെരുന്നാളുമൊക്കെ പറഞ്ഞിട്ട് ഗണപതി ഹോമത്തിനകത്ത് ഹോമിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അനുഭവയോഗം ഉണ്ടാവാനായിട്ട് സഹായിക്കും. നല്ലൊരു കർമ്മിയിൽ നിന്നും നമുക്ക് ഭാഗ്യസൂക്ത മന്ത്രം ഉപദേശം വാങ്ങിച്ചിട്ട് നമുക്ക് നിത്യം ഭാഗ്യസൂക്തം ജപിക്കുന്നത് അനുഭവയോഗം ഉണ്ടാവാൻ സഹായിക്കും. അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും 5 പുണ്യക്ഷേത്രങ്ങളെങ്കിലും മഹാക്ഷേത്രങ്ങൾ വേണം. മഹാക്ഷേത്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ചോറ്റാനിക്കര അല്ലെങ്കിൽ ഗുരുവായൂർ അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. തിരുച്ചെന്തൂർ, പളനി, തിരുപ്പതി ഇങ്ങനെയൊക്കെയുള്ള മുരുടേശ്വരം, മൂകാംബിക, ആറ്റുകാൽ, പത്മനാഭസ്വാമി ക്ഷേത്രം ഇങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളിൽ 5 ഇടത്തെങ്കിലും പോയി ദർശനം നടത്തുന്നത് നമ്മുടെ ശക്തിക്ക് ഭഗവാൻ ഇന്ന വഴിപാട് വേണം നമ്മുടെ ശക്തി വെക്കുന്ന വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ അനുഭവയോഗം ഉണ്ടാകാൻ വളരെയധികം സഹായിക്കും. പിന്നെ സാധുക്കൾക്ക് ദാനധർമ്മം ചെയ്യുന്നതാണ് അനുഭവയോഗം ഉണ്ടാകാൻ മറ്റൊരു ഉപായം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധുക്കളായിട്ടുള്ള നമ്മളെക്കാട്ടിലും വളരെ താഴ്ന്നു നിൽക്കുന്ന ചിലപ്പം വസ്ത്രത്തിനോ അന്നത്തിനോ പോലും മുട്ടുന്ന പല വ്യക്തികളുണ്ടാവും ഈ 2022 അങ്ങനെയുള്ളവരെ സഹായിക്കുന്നത്, ഈ അവർക്ക് വഴികാട്ടിയാവുന്നത് ഒക്കെ നമുക്ക് അനുഭവയോഗം ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ മനസ്സറിഞ്ഞ് ഏത് ക്ഷേത്രത്തിലായാലും സൽക്കർമ്മങ്ങളിൽ ഉദാഹരണം സപ്താഹം, നവാഹം, അതുപോലെ സമൂഹ വിവാഹങ്ങൾ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവയിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ധനങ്ങളൊക്കെ സമർപ്പിക്കുന്നതൊക്കെ നമുക്ക് അനുഭവയോഗം ഉണ്ടാവാനായിട്ട് ഏറ്റവും സഹായകമായിട്ട് വരും. അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക.